السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സഹോദരങ്ങളെ, നമ്മുടെ ഹജ്ജ് പരിപൂർണമാകാൻ, ഹജ്ജിൻ്റെ പ്രതിഫലം പരിപൂർണമായി ലഭിക്കാൻ, സ്വർഗത്തിൻ്റെ അവകാശികളായി മക്കയിൽ നിന്ന് തിരിച്ചു പോരാൻ, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നിഷ്കളങ്കനായി മാറാൻ, ഹജ്ജിൻ്റെ ബാഹ്യകർമ്മങ്ങൾ പോരാതെ വരും, അതിൻ്റെ ആന്തരികതയിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. അതിന് ഹജ്ജിൻ്റെ ലക്ഷ്യമായി നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഗ്രന്ഥങ്ങളിൽ നിന്നും റസൂലിൻ്റെ ഹദീസുകളിൽ നിന്നും പഠിക്കാവുന്ന ഒന്നാമത്തെ ലക്ഷ്യം നമ്മൾ വിശദീകരിച്ചു. നമ്മുടെ തൗഹീദ് പരിപൂർണമാവുക എന്നതാണ്, കുറ്റമറ്റതാവുക എന്നതാണ്. അപ്പോഴാണല്ലോ നമുക്ക് സ്വർഗം ലഭിക്കുക. സ്വർഗം ലഭിക്കാനുള്ള യോഗ്യത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അതാണല്ലോ. ഒരു തരത്തിലുള്ള ശിർക്കുമില്ലാതെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ സാധിക്കുക എന്നത് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ ലക്ഷ്യം, ഹജ്ജിൻ്റെ ലക്ഷ്യമായി ഈ രീതിയിൽ ഹജ്ജായി മാറാനുള്ള വിഷയമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തിബാഉർ റസൂലാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഇത്തിബാ ചെയ്യുക നമ്മുടെ ഹജ്ജിൻ്റെ എല്ലാ കാര്യങ്ങളിലും. സത്യത്തിൽ അത് ആദ്യം പറഞ്ഞ തൗഹീദുമായി ബന്ധമുള്ളതാണ്. നമുക്കെല്ലാവർക്കും അറിയാം, ഏത് അമലും കബൂലാക്കണമെങ്കിൽ, അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ രണ്ട് നിബന്ധനകളുണ്ടല്ലോ. ഒന്ന്, ഇഖ്ലാസുൽ ഇബാദത്തിലില്ല, അതാണ് തൗഹീദ്. ചെയ്യുന്ന ഇബാദത്ത് അള്ളാഹുവിന് മാത്രമായിരിക്കുക, നമ്മളത് സംസാരിച്ചു. രണ്ടാമത്തേത് ഇത്തിബാഉ അർ റസൂൽ അലൈഹിസ്സലാത്തു വസ്സലാം. ചെയ്യുന്ന ഇബാദത്തുകൾ, കർമ്മങ്ങൾ, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നതുപോലെയാവുക, അതാണ്. അല്ലെങ്കിൽ അത് സ്വീകരിക്കപ്പെടുകയില്ല. നമ്മൾ കർമ്മങ്ങൾ ചെയ്യാൻ എത്ര അധ്വാനിച്ചാലും എന്തൊക്കെ ആഗ്രഹിച്ചാലും ശരി, ഈ രണ്ട് കണ്ടീഷൻസ് ഇല്ലെങ്കിൽ അമലുകൾ സ്വീകരിക്കപ്പെടുകയേയില്ല. അത് സത്യത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് ആദം അലൈഹിസ്സലാമിനെ പുറത്താക്കിയ ശേഷം നമ്മളോട് പറയുന്നൊരു വാക്കുണ്ട്, ഫഇമ്മാ യഅതിയന്നകും മിന്നി ഹുദൻ ഫമനിത്തബഅ ഹുദായ ഫലാ യദില്ലു വലാ യഷ്ഖ. നിങ്ങളടുത്ത് ഹുദ വരുമ്പോൾ എൻ്റെ ഹുദയെ നിങ്ങൾ ഫോളോ ചെയ്താൽ, ഫമനിത്തബഅ ഹുദായ, അള്ളാഹുവിൻ്റെ ഹുദ ഫോളോ ചെയ്താൽ, ഫലാ യദില്ലു വലാ യഷ്ഖ, വഴിപഴിച്ചു പോവുകയില്ല, നിർഭാഗ്യം വന്നവരായി തീരുകയുമില്ല എന്ന്. സത്യത്തിൽ ഈ ഹുദ, അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത്, ഇത്തിബാ എന്ന് പറയുന്നത്. നോക്കൂ, നമ്മുടെ ആദ്യത്തെ വീട് സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് നമുക്ക് തിരിച്ചു പോകാനുള്ള വഴിയാണ് അള്ളാഹു പറഞ്ഞു തരുന്നത്. തീർച്ചയായും ആ വഴി നമ്മൾ മനസ്സിലാക്കണം. ആ വഴി മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ കർമ്മങ്ങളിലൊക്കെ ഇത്തിബാ കൂടിയേ തീരൂ. അള്ളാഹു ഓരോ ഉമ്മത്തിനും നബിമാരെ നിശ്ചയിച്ചിട്ടുണ്ട്. അതവർ സ്വർഗത്തിലേക്ക് വഴി നടത്താനാണ്. അവർക്ക് ഏതാണ് ആ വഴി എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ വഴിയിലൂടെ അവർ നടന്ന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഏതാണ് ഹലാല്, ഏതാണ് ഹറാമ്, അവർ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അല്ലാതെ ഒരു പ്രവാചകനും കടന്നുപോയിട്ടില്ല. ആ വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നമ്മൾ റൈറ്റിലേക്കോ ലെഫ്റ്റിലേക്കോ നോക്കാതെ സ്ട്രൈറ്റായി പോകണം. അതാണ് ഇത്തിബാഉർ റസൂൽ എന്ന് പറയുന്നത്. പ്രവാചകന്മാരൊക്കെ ആ ഒരു വഴി അവരുടെ അനുയായികൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതാണ് സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ അള്ളാഹു നമ്മളെ കേൾപ്പിച്ചില്ലേ, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലി. പരിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്. എൻ്റെ ഈ മാർഗമാണ് ചൊവ്വായ മാർഗം, ഫത്തബിഊഹു,
അതിനെ നിങ്ങൾ ഫോളോ ചെയ്യണം, ഇത്തിബാ ചെയ്യണം. വലാ തത്തബിഉ സുബുൽ, നിങ്ങൾ ഒരുപാട് മാർഗങ്ങൾ കാണും, അതിനെയൊന്നും നിങ്ങൾ ഫോളോ ചെയ്യരുത്. ഇതാ സ്ട്രൈറ്റായ ഒരു വഴിയുണ്ട്. അങ്ങനെ നിങ്ങൾ മറ്റു മാർഗങ്ങളിലൂടെയൊക്കെ പോയാൽ ഫതഫറഖ ബികും അൻ സബീലി, യഥാർത്ഥ വഴിയിൽ നിന്ന് നിങ്ങൾ തെറ്റിപ്പോകും. ഇത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ചുരുക്കത്തിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. നമ്മുടെ ഹജ്ജ് പൂർണ്ണമാകാൻ, ശരിയാകാൻ, ഹജ്ജിൻ്റെ ലക്ഷ്യം, അതിലേറ്റവും പ്രധാനമായ ഒന്നാണ് ഇത്തിബാഉ റസൂൽ. നോക്കൂ, ഇതിൻ്റെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് കഴിഞ്ഞ വിഷയം ഞാൻ പറഞ്ഞപ്പോൾ ചില മുഖവുരകൾ പറഞ്ഞിരുന്നല്ലോ. അതുപോലെ ചില മുഖവുരകൾ ഇതിനും പറയാനുണ്ട്. അതിലൊന്നാമത്തെ മുഖവുര എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്, പക്ഷെ ഞാനൊന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. അത് അമലുകൾ കബൂൽ ചെയ്യണമെങ്കിൽ ഈ ഒരു ലക്ഷ്യം പൂർത്തീകരിച്ചിരിക്കണം. ഈ ഒരു സംഗതി, അമലുകളിൽ റസൂലിനെ ഇത്തിബാ ചെയ്യുക എന്നത് അമലുകൾ സ്വീകരിക്കാനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങളിൽ ഒന്നാകുന്നു. നമ്മൾ എത്ര ശരിയാണ് എന്ന് പറഞ്ഞാലും, എൻ്റെ നിയ്യത്താണ് എന്ന് പറഞ്ഞാലും അതൊന്നുമല്ല വിഷയം. ഞാൻ എത്ര ശരിയാണ് എന്ന് പറഞ്ഞാലും, എൻ്റെ ഉള്ളിലുള്ളത് നന്മയാണ് എന്നൊക്കെ പറഞ്ഞാലും, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന രീതിയിലല്ലെങ്കിൽ അത് കബൂലാവുകയില്ല. നമ്മൾ മനസ്സിലാക്കണം. നോക്കൂ സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമുക്കൊക്കെ പ്രതിഫലം കിട്ടാൻ ഒരുപാട് ആഗ്രഹമുണ്ട്, ഒരുപാട് കൂലി കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. 5 നമസ്കാരങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നത്. എനിക്കൊരുപാട് പ്രതിഫലം കിട്ടാൻ 6ാമത്തെ ഒരു നമസ്കാരം ഞാൻ നമസ്കരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിന് പ്രതിഫലം കിട്ടുമോ? അത് അല്ലാഹു സ്വീകരിക്കുമോ? എൻ്റെ ആഗ്രഹമാണ്, പക്ഷെ അല്ലാഹു സ്വീകരിക്കുകയില്ല, പ്രതിഫലം കിട്ടുകയില്ല, കുറ്റവും കിട്ടും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ്. ഇനി അതല്ലെങ്കിൽ സുബഹി 2 റക്അത്ത്, നമുക്ക് തോന്നുകയാണ് നല്ല ഫ്രഷായ സമയമാണ്, 1 റക്അത്തും കൂടി എനിക്ക് അധികം നിസ്കരിക്കണം എന്ന് പറഞ്ഞാൽ പറ്റുമോ? പറ്റൂലല്ലോ. 2 സുജൂദാണ് 1 റക്അത്തിലുള്ളത്. എനിക്ക് തോന്നുകയാണ് സുജൂദ് ഏറ്റവും അള്ളാഹുവിനോട് അടുക്കുന്ന ഒരു പ്രവർത്തനമാണല്ലോ. ഒരു സുജൂദ് കൂടി വർദ്ധിപ്പിക്കാം. ഞാൻ നന്മയാണ് ആഗ്രഹിക്കുന്നത്, പ്രതിഫലമാണ് ആഗ്രഹിക്കുന്നത്. പറ്റുമോ? പറ്റൂല. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഉദ്ദേശം നന്നായതുകൊണ്ട് മാത്രം കാര്യമില്ല, അതുകൊണ്ട് കാര്യമില്ല. നമ്മുടെ ഉദ്ദേശം എങ്ങനെയായിരിക്കണം? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതുപോലെ റസൂലിൻ്റെ സുന്നത്തിനെ ഇത്തിബാ ചെയ്തുകൊണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അള്ളാഹു പറഞ്ഞല്ലോ, ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫൽയഅമൽ അമലൻ സാലിഹാ വലാ യുശ്രിക് ബിഇബാദത്തി റബ്ബിഹി അഹദ. ആരെങ്കിലും അള്ളാഹുവിനെ കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഫൽയഅമൽ അമലൻ സാലിഹാ, അവർ ചെയ്യുന്ന അമലുകൾ സാലിഹാകണം. എങ്ങനെയാണ് സാലിഹാവുക? അൽ അമലു സാലിഹ് എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് നല്ലതായി തോന്നിയതാ, അല്ലെങ്കിൽ എൻ്റെ ഡിക്ഷണറിയിൽ സൽക്കർമ്മമായതാ? അല്ല. മാ വാഫഖ സുന്നത റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തുമായി യോജിച്ചു വന്നതാണെങ്കിലേ എന്താവൂ? സാലിഹാവൂ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല. നമ്മൾ കേൾക്കാറുള്ളതാണ് സൂറത്തുൽ മുൽക്കിലെ വചനം. മരണവും ജീവിതവും ഒക്കെ സൃഷ്ടിച്ചിട്ടുള്ളത് നിങ്ങളെ പരിശോധിക്കാനാണ്. എന്താണ് പരിശോധിക്കുന്നത്? അയ്യുക്കും അഹ്സനു അമല, ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്? അഹ്സനു അമൽ, ഏറ്റവും നല്ല പ്രവർത്തനം ഏതാ? സുബഹിക്ക് 1 റക്അത്ത് കൂട്ടിയാൽ നല്ലതാവോ? ഇല്ല. ഏറ്റവും നല്ല പ്രവർത്തനം അഖ്ലസുഹു വ അസ്വബു, നല്ല ഇഖ്ലാസ് ഉള്ളത്, ഏറ്റവും ശരിയായത്, ഏറ്റവും റസൂൽ എന്താണോ ചെയ്തത് അത്. ആ പെർഫെക്ഷനാണ് എന്ത്? അഹ്സനു അമല എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? അപ്പോൾ അഹ്സനു അമല എന്ന് പറഞ്ഞാൽ മകാന അലാ ത്വരീഖി റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തിൽ നബി ചെയ്തതുപോലെ ആവുക എന്നതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സത്യത്തിൽ ഇത് ഇഖ്ലാസ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഇഖ്ലാസിൻ്റെ ഒരു കൂടപ്പിറപ്പാണ് യഥാർത്ഥത്തിൽ ഇത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
രണ്ടാമത്തെ ഒരു മുഖവരിയായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ഒന്നാമത്തെ ലക്ഷ്യം വിശദീകരിച്ചപ്പോൾ പറഞ്ഞല്ലോ, ഇബാദത്ത് ചെയ്യാനാണ് എന്ന്. ശരി, ആ ഇബാദത്ത് എങ്ങനെ ചെയ്യണം? അങ്ങനെ ഒരു ചോദ്യം അവിടെ ബാക്കിയാവുന്നില്ലേ? ഇബാദത്ത് ചെയ്യാനാണ് നമ്മളെ സൃഷ്ടിച്ചത്, എങ്കിൽ ആ ഇബാദത്ത് എങ്ങനെ ചെയ്യണം? അത് വളരെ കൃത്യമാണ്. വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ലിയുതാ, ഒരു പ്രവാചകനെയും നാം അയച്ചിട്ടില്ല ഇല്ലാ ലിയുതാ, ആ പ്രവാചകനെ അനുസരിക്കുവാനല്ലാതെ. അതാണ് ഇല്ലാ ലിയുതാ ബിഇദ്നില്ലാ. നമ്മൾ മനസ്സിലാക്കണം, അള്ളാഹുവിൻ്റെ ഓർഡർ അതാണ്. അപ്പൊ സത്യത്തിൽ ഇല്ലാ ലിയുതാ ബിഇദ്നില്ലാ എന്നത് വളരെ പ്രധാനമാണ്. എങ്ങനെ ഇബാദത്ത് ചെയ്യണമെന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രല്ല, അള്ളാഹു പറഞ്ഞത് എന്താ? മൻ യുതിഇർ റസൂൽ ഫഖദ് അതാ അല്ലാഹ്. റസൂലിനെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിക്കുകയാണ് ചെയ്തത്. നമ്മൾ മനസ്സിലാക്കണം, ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ചെറിയ വിഷയമല്ല. വിശേഷിച്ചും ഹജ്ജിൽ നമ്മൾ മനസ്സിലാക്കണം, നമുക്കിഷ്ടമുള്ളതുപോലെ ആകരുത്, ഒന്നും ഇഷ്ടമുള്ളതുപോലെ ആകരുത്. അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചെന്ന രീതി എങ്ങനെയാണോ അങ്ങനെയാകണം. നിങ്ങൾ കേട്ടിട്ടില്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇർബാദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു സംഭവം. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഅലനാ റസൂലുള്ളാഹ് മൗഇദ, നബി ഞങ്ങളോട് ഒരിക്കൽ ഒരു ഉപദേശം നൽകി. അത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് തോന്നി അത് അവസാനത്തെ നബിയുടെ ഉപദേശമാണ്. കാരണം വജിലത്ത് മിൻഹൽ ഖുലൂബ് വദറഫത്ത് മിൻഹൽ ഉയൂൻ, അത് കേട്ടപ്പോൾ ഹൃദയങ്ങളൊക്കെ പടപടച്ചു, കണ്ണുകളിൽ നിന്ന് ധാരധാരയായി വെള്ളമൊഴുകി. കാരണം സഹാബത്തൊക്കെ വിചാരിച്ചത് ഇത് നബിയുടെ അവസാനത്തെ അന്ത്യോപദേശമാണ് എന്നാണ്. അവർ ശ്രദ്ധിച്ചു കേട്ടു. ആ സമയത്ത് നബി എന്താ പറഞ്ഞത്? അലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീന മിൻ ബഅദി ഉദ്ദു അലൈഹാ ബിന്നവാജിസ് വഇയ്യാകും വമുഹ്ദസാത്തുൽ ഉമൂർ. നിങ്ങൾ എൻ്റെ സുന്നത്തിനെ ഫോളോ ചെയ്യണം, എൻ്റെ ഖുലഫാഉർ റാഷിദുകളുടെ സുന്നത്തിനെ ഫോളോ ചെയ്യണം. നിങ്ങൾ അതിന്മേൽ നിങ്ങളുടെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണം, സമ്മതിക്കരുത് പോകാൻ. നിങ്ങൾ ശ്രദ്ധിക്കണം. മുഹ്ദസാത്തുൽ ഉമൂർ, ദീനിൻ്റെ കാര്യങ്ങളിൽ പുതുതായി ആളുകൾ ഉണ്ടാക്കുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, എത്ര ഗൗരവമുള്ളതാണ് എന്ന്. നമ്മൾ മനസ്സിലാക്കുക, നമ്മുടെ അമലുകളിൽ ഒന്നുകിൽ ഇത്തിബാഉസ് സുന്ന അല്ലേ, അല്ലെങ്കിൽ ഇബ്തിദാഉസ് സുന്ന. ഒന്നുകിൽ സുന്നത്തിനെ ഇത്തിബാ ചെയ്യുന്നവരാകും, അല്ലെങ്കിൽ അമലുകളിൽ പുതുതായി ഉണ്ടാക്കിയവരാകും. നമ്മൾ ആരാകണം? ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മുസ്തഫായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീനെ ഇത്തിബാ ചെയ്യുന്നവരാകണം. അതാണല്ലോ ഹബീബായ നബിയുടെ ഉപദേശം. അത് സഹാബത്തിനോടല്ല ആ ഉപദേശം, സഹാബത്തില്ലല്ലോ ഇപ്പോൾ, സഹാബത്തിന് ശേഷം നമ്മളോടാണ് ആ ഉപദേശം. മാത്രമല്ല, രണ്ടാമത്തെ മാർഗം ഇയ്യാക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്, ഇയ്യാക്കും വമുഹ്ദസാത്തുൽ ഉമൂർ. നിങ്ങൾ ശ്രദ്ധിക്കണേ, സൂക്ഷിക്കണേ കാര്യങ്ങളിൽ പുതുതായി ആരെങ്കിലുമൊക്കെ കടത്തിക്കൂട്ടുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. സുബ്ഹാനല്ലാഹ്, ആലോചിച്ച് നോക്കൂ, എത്ര ഗൗരവമാണ് ഈ വിഷയം. അതുകൊണ്ടാണ് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലക്ഷ്യമായി എണ്ണിയത്. മൂന്നാമത്തെ ഒരു മുഖവരയായി എനിക്ക് പറയാനുള്ളത്, ഇത് രണ്ടും നമുക്ക് മനസ്സിലായെങ്കിൽ നോക്കൂ, ഇവിടെ രണ്ട് മാർഗമാണുള്ളത്, മൂന്നാമതൊന്നില്ല. ഒന്നാമത്തേത് സുന്നത്താണ്, ഇത്തിബാഉ റസൂലാണ്. രണ്ടാമത്തേത് ഹവയാണ്, നമ്മുടെയൊക്കെ ഇഷ്ടം. അത് ഇബ്തിദാ ആണ്, പുതിയതാണ്, ബിദ്അത്താണ്. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു പറഞ്ഞില്ലേ, ഫഇൻ ലം യസ്തജീബൂ ലക് ഫഅലം അന്നമാ യത്തബിഊന അഹ്വാഅഹും വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. സൂറത്ത് ഖസസിൽ 50-ാമത്തെ വചനമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, നബിയെ, ഫഇൻ ലം യസ്തജീബൂ ലക്, അവർ നിനക്ക് ഉത്തരം നൽകുന്നില്ലെങ്കിൽ, നിന്നെ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ, ഫഅലം, അറിയണം, അന്നമാ യത്തബിഊന അഹ്വാഅഹും, അവർ അവരുടെ ഇച്ഛകളെയാണ് പിൻപറ്റുന്നത്, അവരുടെ ഇച്ഛകളെ പിൻപറ്റുന്നത്. അതുകൊണ്ടാണ് നബിയെ നിങ്ങളെ പിൻപറ്റാൻ സാധിക്കാത്തത്. വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള കൃത്യമായ ഗൈഡ് ലൈനിൻ്റെ അടിസ്ഥാനത്തിലല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ ഇച്ഛയെ ആരെങ്കിലും ഫോളോ ചെയ്താൽ, ഫോളോ ചെയ്തവനേക്കാൾ വഴികേടിൽ ആരുണ്ട്? വമൻ അദൽ,
ആരാണുള്ളത്? എന്നിട്ട് അള്ളാഹു അവസാനിപ്പിച്ചത് ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ, ഇത്തരം അക്രമികളെ അള്ളാഹു ഒരിക്കലും ഹിദായത്തിലാക്കുകയില്ല എന്നതാണ്. അപ്പം സഹോദരന്മാരെ, നമ്മുടെ ജീവിതത്തിലെ എല്ലാ വിഷയങ്ങളും നമ്മൾ ഈ ഒരു തുലാസിൽ വെച്ച് തൂക്കണം. തുലാസിൽ വെച്ച് തൂക്കണം. നമ്മൾ നോക്കണം, ഇതിൽ റസൂലിൻ്റെ ഇത്തിബാ ഉണ്ടോ? റസൂലിൻ്റെ ഇത്തിബായിനെയാണോ ഞാൻ ഫോളോ ചെയ്യുന്നത്? ഈ ആയത്ത് വെച്ച് നമ്മൾ അളക്കണം. റസൂലിൻ്റെ ഇത്തിബായിനെ അല്ല നമ്മൾ ഫോളോ ചെയ്തതെങ്കിൽ ഫഅലം അവർ അവരുടെ ഇച്ഛയെയാണ് പിൻപറ്റുന്നത്. നമുക്കറിയാം, ഇച്ഛയെ പിൻപറ്റിയാൽ എന്ത് സംഭവിക്കും? അവൻ നശിച്ചു പോകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരുപാട് അധ്വാനിച്ച് അമല് ചെയ്തു. പക്ഷേ ആ അധ്വാനം, അതിനുവേണ്ടി നമ്മൾ അനുഭവിച്ച ത്യാഗം, അത് സുന്നത്തനുസരിച്ചല്ല എങ്കിൽ നോ എക്സ്ക്യൂസ്, സ്വീകരിക്കുന്ന പ്രശ്നമേ ഇല്ല. ഇത് ഗൗരവമുള്ളതാണ് എന്ന് നമ്മൾ ഓർക്കണം. അല്ലാഹു തആല പഠിപ്പിച്ചില്ലേ, ഫഅമ്മാ മൻ തഗാ വആസറൽ ഹയാത്തദ് ദുനിയ ഫഇന്നൽ ജഹീമ ഹിയൽ മഅ്വാ വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി. രണ്ട് ടീമിനെ പരിചയപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ടീം ഏതാ? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ. അല്ലാഹുവിൻ്റെ മഖാമിനെ ഭയപ്പെട്ട് ഹവയിൽ നിന്ന് മനസ്സിനെ തടഞ്ഞവൻ. ഇവിടെ ഹവയിലൂടെ കൂടെയാണ് നമ്മളുള്ളത്. അതുകൊണ്ടാണ് ഞാൻ എനിക്കിഷ്ടമുള്ളത് ചെയ്യുമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ അങ്ങനെ മതി എന്ന് പറയുന്നത്. നോ, ഇങ്ങനെ ഹവയെ തടഞ്ഞു നിർത്തിയെങ്കിൽ മാത്രമേ ഫഇന്നൽ ജന്നത ഹിയൽ മഅ്വാ, അപ്പോഴേ നമുക്ക് സ്വർഗം കിട്ടൂ. അള്ളാഹു ആ സ്വർഗാവകാശികളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് മനസ്സിലാക്കണം. നാലാമത്തെ ഒരാമുഖമായി എനിക്ക് പറയാനുള്ളത്, നോക്കൂ, ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലശേഷം വന്ന കാലത്തുള്ള സഹാബത്ത്, അതിനുശേഷം വന്ന താബിഈകൾ, സലഫുൽ ഉമ്മ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും നല്ല തലമുറ എന്ന് വിശേഷിച്ച സലഫുൽ ഉമ്മ, അവരൊക്കെ റസൂലിൻ്റെ മാർഗമാണ് അവർ സ്വീകരിച്ചത്, അല്ലേ? അവർ നബിയുടെ മാർഗമാണ് സ്വീകരിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് കാണാൻ സാധിക്കും. എത്ര അനുഭവങ്ങളാണ്. സഹാബത്തിനായാലും സഹാബത്തിന് ശേഷം വന്ന താബികൾക്കായാലും താബികൾക്ക് ശേഷം വന്ന താബികൾക്കായാലും ഒക്കെ അവർക്ക് ഇഷ്ടം റസൂലിൻ്റെ മാർഗമായിരുന്നു, സുന്നത്തായിരുന്നു അവർക്കിഷ്ടം. അവരതായിരുന്നു ആഗ്രഹിച്ചിരുന്നത്, ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ടാണ് അവർ അഹ്ലുസ്സുന്ന എന്ന് പേരിട്ടത്. സുന്നത്ത് അവരുടെ ചിഹ്നമായി അവർ കണ്ടു. സുന്നത്ത് അവർക്ക് അഭിമാനമായിരുന്നു. റസൂലിനെ ഫോളോ ചെയ്യുക എന്നത് അവർക്ക് അഭിമാനമായിരുന്നു. ഇന്ന് കണ്ടിട്ടില്ലേ, ചില ആക്ടേഴ്സിനെയൊക്കെ ഫോളോ ചെയ്യുന്നത് ചിലർക്ക് അഭിമാനമാണല്ലോ, ചില പ്ലെയേഴ്സിനെയൊക്കെ ഫോളോ ചെയ്യുന്നത് അഭിമാനമാണല്ലോ, അല്ലേ? അവരുടെ ഡ്രസ്സ്, അവരുടെ വേഷം, അവരുടെ ഹെയർ സ്റ്റൈൽ നോക്കൂ. നമ്മൾ അതല്ല, നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിനെ ഫോളോ ചെയ്യുന്നതായിരിക്കണം നമ്മുടെ സ്റ്റൈൽ. നമ്മുടെ ഹീറോ റസൂലാണ്, ഇവരാരുമല്ല. സഹാബത്ത് അങ്ങനെയായിരുന്നു. സഹാബത്തിൻ്റെ ജീവിതം പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ സാധിക്കും. അതിലവര് ദീനെന്നോ ദുനിയാവെന്നോ വേർതിരിച്ചില്ല. നമസ്കാരം റസൂലിൻ്റെ സുന്നത്തനുസരിച്ച്, ഭക്ഷണം കഴിക്കുന്നത് ഞങ്ങളുടെ ഇഷ്ടം, നോ, ഇല്ല, ഒരിക്കലുമില്ല. അവരുറങ്ങിയതും അവരുണർന്നതും അവർ ഭക്ഷണം കഴിച്ചതും അവർ കച്ചവടം ചെയ്തതും ഒക്കെ സുന്നത്തനുസരിച്ചായിരുന്നു. അത്ഭുതമാണ്. നോക്കൂ, ഒരു യഹൂദി ഒരിക്കൽ സൽമാനുൽ ഫാരിസി റളിയല്ലാഹുവിൻ്റെ അടുത്ത് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിഹസിക്കാൻ വേണ്ടി വന്നതാണ്. പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, തസഅമൂന അന്ന നബിയക്കും ഖദ് അല്ലമക്കും കുല്ല ഷൈ ഹത്തൽ ഖിറ. നിങ്ങളുടെ വാദം, നിങ്ങളുടെ നബി നിങ്ങളെ എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടെന്നാണല്ലോ, കക്കൂസ് പോയിട്ട് എങ്ങനെ ഇരിക്കേണ്ടതെന്ന് കൂടി പഠിപ്പിച്ചിട്ടുണ്ടെന്നാണല്ലോ. യഹൂദി സത്യത്തിൽ നബിയെ പരിഹസിച്ചുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. പക്ഷേ സൽമാനുൽ ഫാരിസി പേർഷ്യക്കാരനാണ്. അദ്ദേഹം അഭിമാനത്തോടു കൂടി പറഞ്ഞു, അന്തസ്സോടു കൂടി പറഞ്ഞു, നഅം നഹാന റസൂലുള്ളാഹ് അൻ നസ്തഖ്ബിലൽ ഖിബ്ലത ബിഗായിത്തിൻ ഔ ബൗലിൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മര്യാദകൾ പറഞ്ഞു. നോക്കൂ നിങ്ങൾ, മൂത്രമൊഴിക്കുമ്പോഴായാലും കാഷ്ടിക്കുമ്പോഴായാലും ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് ചെയ്യരുത് എന്ന് ഞങ്ങളുടെ റസൂൽ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. വനഹാന അൻ നസ്തൻജി ബി അഖല്ല മിൻ 3 അഹ്ജാർ. വെള്ളം കിട്ടിയില്ലെങ്കിൽ കല്ലുകൊണ്ടാണ് ശുദ്ധിയാക്കേണ്ടത്, അത് 3 കുറഞ്ഞ കല്ലുകൊണ്ട് ചെയ്യരുത് എന്ന് ഞങ്ങളെ നബി ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇങ്ങനെ ഓരോന്നിങ്ങനെ വേണ്ടി പറഞ്ഞു. അവർക്ക് ഇസ്സത്തായിരുന്നു. പരിഹസിക്കാനാ വന്നത് ജൂതൻ. പക്ഷെ ജൂതന് നല്ല അടിയെ കിട്ടിയത്.
കാരണം അവരുടെ ഉള്ളു നിറയെ റസൂലിനെ ഫോളോ ചെയ്യുന്നു എന്നത് അവരന്തസ്സായി കണ്ടിരുന്നു. അവരുടെ ജീവിതം അങ്ങനെയായിരുന്നു, ഓരോ ദിവസവും അങ്ങനെയായിരുന്നു. സഹോദരന്മാരെ, നമ്മളും അങ്ങനെയല്ലേ? നമ്മളാരാ? നമ്മളെക്കുറിച്ച് പറയുന്നത് ഞങ്ങൾ നബിയെ സ്നേഹിക്കുന്ന ഉമ്മത്താണ് എന്നാണല്ലോ, അല്ലേ? എവിടെ ആ സ്നേഹം? ആ സ്നേഹം കാണേണ്ടത് സുന്നത്തിനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാണ്. റസൂലിന്റെ മാർഗ്ഗം, റസൂൽ ഇങ്ങനെയാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അത് പ്രാക്ടീസ് ചെയ്തുകൊണ്ടായിരിക്കണം. അതാണ് ഹജ്ജ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാഠം. നമ്മുടെ ഇഷ്ടമല്ല. നമ്മൾ പറയും എനിക്ക് ചില പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് അങ്ങനെ പറ്റൂ, എൻ്റെ ഫാമിലി അങ്ങനെയാണ്, എൻ്റെ സാഹചര്യം അങ്ങനെയാണ്, എൻ്റെ ജോലിസ്ഥലം അങ്ങനെയാണ്. നോ, നമ്മൾ റസൂലിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സഹോദരന്മാരെ റസൂലിനെ ഫോളോ ചെയ്യണം എല്ലാ വിഷയത്തിലും. ഇവിടെ ഹജ്ജ് ഞാൻ പറഞ്ഞു, തൗഹീദ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഹജ്ജ് ഒരു പാഠശാലയാണ്, സ്കൂളാണ്, ഒരു സാധാരണ സംഭവമല്ല. ഹജ്ജ് ഇവിടെ വന്നിട്ടുള്ളത് നമ്മളെ ഇത് പഠിപ്പിക്കാനാണ്. നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ രാജ്യത്ത് നിന്ന്, നിങ്ങളുടെ നാട്ടിൽ നിന്ന്, നിങ്ങളുടെ സംസ്കാരത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ ശീലിച്ച കുറെ കസ്റ്റമുകൾ ഉണ്ടാകും. ആ കസ്റ്റമുകളെ നിങ്ങൾ വെട്ടിനിരത്തണം. എന്നിട്ട് ഇവിടെ ഇസ്ലാമിന്റെ ഒരു കസ്റ്റം ഉണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു രീതിയുണ്ട്. ആ രീതിയെ നിങ്ങൾ പഠിക്ക്. അതിനാണ് 5-6 ദിവസം ഹജ്ജ് എന്ന പാഠശാലയിൽ അള്ളാഹു നമ്മളെ എത്തിക്കുന്നത്. 5-6 ദിവസമല്ലേ? 5-6 ദിവസം നിങ്ങൾ ആലോചിച്ചു. ദുൽഹജ്ജ് 8 മുതൽ അതിന് മുമ്പ് വന്നവരാണെങ്കിൽ അതും വല്ലാത്തൊരു പാഠശാലയാണ്, വല്ലാത്ത സ്കൂളാണിത്. ആ സ്കൂളിൽ നമ്മൾ ജീവിക്കുകയാണ്. എന്തിനാ ജീവിച്ചത്? 5 ദിവസം ജീവിച്ച് നമ്മൾ ഒരുപാട് എക്സ്പെരിമെന്റുകളായിട്ടാണ് കടന്നു വരുന്നത്. എന്തിനാ? ഇനി മരണം വരെ അങ്ങനെ ജീവിക്കാൻ. അതെ, എനിക്ക് മനസ്സിലായി ഇതാണ് ശരിയെന്ന്. ഇനി ഇങ്ങനെ ജീവിക്കണം മരണം വരെ. സുബ്ഹാനല്ലാഹ്. ചെറുതും വലുതുമായ കാര്യങ്ങളെ സഹാബത്ത് വേർതിരിച്ചില്ല. എല്ലാറ്റിലും എല്ലാ വിഷയത്തിലും നിങ്ങൾ വെച്ചോ. സഹാബത്തിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ അത്ഭുതപ്പെടും. അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രുചിയെ പോലും അവർ ഇഷ്ടപ്പെട്ടു. നബിയുടെ രുചി, നബിയുടെ ഡ്രസ് കോഡ്, നബി കുടിക്കുന്നത്, നബി ആഗ്രഹിക്കുന്നത്, അവരുടെ ആഗ്രഹങ്ങളൊക്കെ അവർ മാറ്റിവെച്ചു. എന്നിട്ട് റസൂലുള്ളാഹി എങ്ങനെയാ ചെയ്തത്? അത് നിങ്ങൾ ആലോചിക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളൊരു നിആലുൽ ബസത്തിയ എന്ന് പറഞ്ഞാൽ നിആലു സബ്തിയ പറഞ്ഞാൽ ഈ ആടിന്റെ തോല് കൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പാണ്. ആടിന്റെ തോല് കൊണ്ടുണ്ടാക്കുന്ന ചെരുപ്പ് ധരിച്ച് ഇങ്ങനെ നടക്കുന്നത് കേട്ടു. അയാളോട് ചോദിച്ചു, എന്താ അങ്ങനെ ചെയ്യുന്നത്? ഇതിന് ആടിന്റെ തോലിനോട് ചെരുപ്പ് ഉണ്ടാക്കിയത്? അയാൾ പറഞ്ഞ എന്താ അറിയോ? ലിഅന്നി റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൽബസുഹാ ഫഅന ഉഹിബ്ബു അൻ അൽബസഹാ. നിങ്ങൾ ആലോചിച്ചു. കാരണം റസൂലുള്ളാഹി ആ ചെരുപ്പിട്ട് ധരിക്കണം, ആ ചെരുപ്പ് ഇട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് റസൂല് ധരിച്ചത് എനിക്ക് ധരിക്കാൻ ഇഷ്ടമാണ്. നമ്മൾ ആര് ധരിക്കണം ഇഷ്ടമാണെന്ന് നമ്മൾ പറയില്ല. നിങ്ങൾ ആലോചിക്കൂ. ഉംറ ചെയ്യുന്ന സമയത്ത് റുക്നുൽ യമാനിയും ഹജറുൽ അസ്വദും ചുംബിച്ചു. ബാക്കിയുള്ള സ്ഥലമൊന്നും അതിനെ രണ്ടിനെയും അവിടെ 2 സ്ഥലത്തും ഇസ്തിലാം ചെയ്തു. റുക്നുൽ യമാനിയിൽ ഇങ്ങനെ തൊടും, ഹജറുൽ അസ്വദിനെ പറ്റുമെങ്കിൽ ചുംബിക്കും, ഇല്ലെങ്കിൽ തൊടും, ഇല്ലെങ്കിൽ അങ്ങനെ കാണിക്കും, അല്ലേ? ഇത് കണ്ടപ്പോ ചില ആളുകൾ ചോദിച്ചു, എന്താ നിങ്ങൾ അത് 2 മാത്രം, ബാക്കിയുള്ള കുറെ വേറെ 2 മൂലകളില്ലേ, എന്തേ ഒന്നും ചെയ്യാത്തത്? എന്താ മറുപടി? ഫഖദ് റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യംസഹു അലൈഹിമാ വയഖൂലു ഇന്നഹുമാ യഹുത്താനിൽ ഖതായ. മറുപടി അതാണ്. കാരണം ഞങ്ങളുടെ റസൂൽ ഈ 2 സ്ഥലത്തും തൊടുന്നത് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അവിടെ തടവുക എന്നത് നമ്മുടെ പാപങ്ങൾ മായ്ച്ചു കളയാനുള്ള കാരണമാണ് എന്ന് ഞങ്ങളുടെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ചെയ്തു. എന്താണ്? എല്ലാ കാര്യത്തിലും എന്ത് ചോദിച്ചാലും എന്തേ എങ്ങനെയെന്ന് ചോദിച്ചാൽ ഹകദാ റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഫ്അൽ. വല്ലാഹി സഹോദരന്മാരെ ആലോചിക്കണം. ഇത്തരം സത്യസന്ധമായ ഒരു ഗ്രേഡിലേക്ക് സമൂഹം എത്തിയത് ഇത്തിബാഉ റസൂലിലൂടെയാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മളോട് ചോദിക്കണം, എനിക്ക് പറ്റുമോ എൻ്റെ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ റസൂലിനെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത് എന്ന് ഒരു കാര്യം പറഞ്ഞ് അഭിമാനത്തോടു കൂടി പറയാൻ നമുക്ക് പറ്റുമോ? എന്നോട് ഒരാൾ ചോദിച്ചാൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് താടി വളർത്തുന്നത് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ എന്തുകൊണ്ടാണ് താടിയുടെ കളർ മാറ്റുന്നത് എന്ന് ചോദിച്ചാൽ, അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയോ? അള്ളാഹുവിൻ്റെ റസൂൽ ഇപ്രകാരമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് എന്ന്?
നമ്മൾ മനസ്സിലാക്കണം. നമ്മളുടെ ആരുടെയെങ്കിലും മക്കളോട് നമ്മുടെ സ്നേഹിതന്മാരാരെങ്കിലും വന്ന് ചോദിക്കുക, എന്താ മക്കളെ നിങ്ങൾ ഇങ്ങനെ, നിങ്ങൾ ഡ്രസ്സ് ഇങ്ങനെ, നിങ്ങളുടെ കൂട്ടുകാരൊന്നും ഇങ്ങനെയല്ലല്ലോ എന്ന് ചോദിച്ചാൽ, അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെയാണ് ചെയ്തത് എന്നാണ് ഞാൻ പഠിപ്പിച്ചത്, എന്നെ എൻ്റെ ഉപ്പ പഠിപ്പിച്ചത്, എൻ്റെ ഉസ്താദ് പഠിപ്പിച്ചത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് എന്ന് പറയുന്ന ഒരു മകൾ. സുബ്ഹാനല്ലാഹ്. സഹോദരന്മാരെ, നമ്മൾ പറയാറില്ലേ, സത്യത്തിൽ സഹോദരന്മാരെ, ഇതുണ്ടല്ലോ, അള്ളാഹുവിന്റെ റസൂലിനെ ഫോളോ ചെയ്യുന്നു ഞാൻ എന്നത് ഒരു ഗുഡ് സർട്ടിഫിക്കറ്റാണ്. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹ്. എന്തിന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ്? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഫത്തബിഊനി, അത് തെളിയിക്കേണ്ടത് എന്നെ ഫോളോ ചെയ്തുകൊണ്ടായിരിക്കണം. അപ്പോൾ യുഹിബ്ബുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടും. സഹോദര, മനസ്സിലാക്ക്, ഇത്തിബാഉർ റസൂൽ, റസൂലിനെ ഫോളോ ചെയ്യുക, റസൂലിന്റെ സുന്നത്തിനെ ഫോളോ ചെയ്യുക എന്നത് അള്ളാഹു എന്നെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ സർട്ടിഫിക്കറ്റാണ്. അതുകൊണ്ട് ഈ സർട്ടിഫിക്കറ്റുകൾ കുറെ ഉണ്ടാകട്ടെ. നമ്മുടെ ഫയലുകളിലൊക്കെ കുറെ സർട്ടിഫിക്കറ്റ് ഇല്ലേ, കുറെ മെറിറ്റ് സർട്ടിഫിക്കറ്റ്സ് ഇല്ലേ ഫയലുകളിൽ? എന്തിനാ? ഇന്റർവ്യൂവിന് പോകാൻ കാണിക്കാൻ അല്ലേ, നമ്മുടെ CV-യിൽ എഴുതാൻ. അള്ളാഹുവിന്റെ അടുത്ത് ഒരു ഇന്റർവ്യൂവിന് പോകേണ്ടതുണ്ട്. ആ ഇന്റർവ്യൂവിന് പോകുമ്പോ നമ്മുടെ ഫയൽ ഉണ്ടാകണം. ആ ഫയലുകളിൽ ഇങ്ങനത്തെ ഒരുപാട് സർട്ടിഫിക്കറ്റ് വേണം. അള്ളാഹു റസൂലിനെ ഫോളോ ചെയ്ത സർട്ടിഫിക്കറ്റ്. സുബ്ഹാനല്ലാഹ്. ഖിയാമത്ത് നാളിൽ അള്ളാഹുവിന്റെ മുമ്പിൽ അള്ളാഹു ഇന്റർവ്യൂ നടത്തുമ്പോ അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് കാണിക്കാനുള്ള സർട്ടിഫിക്കറ്റ് ഏതാ? ഷഹാദത്തു ഹുബ്ബുർ റസൂൽ. ഷഹാദത്തു ഹുബ്ബുർ റസൂൽ, ഞാൻ റസൂലിനെ ഇഷ്ടപ്പെടുന്നു എന്ന സർട്ടിഫിക്കറ്റ്. ആണ് സർട്ടിഫിക്കറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ്. അത് അള്ളാഹു നമ്മളെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ്. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു, ഇത് വല്ലാത്തൊരു വിഷയമാണ്. ഞാൻ ഈ മുഖവര ഇത് കൊണ്ടുപോയത് നിങ്ങൾ എന്നെ ക്ഷമിക്കണം. കാരണം എന്താ വെച്ചാൽ ഈ സമൂഹത്തെക്കുറിച്ച് നമ്മൾ പറയാതെ നമുക്ക് ഇത്തിബാഉർ റസൂൽ മനസ്സിലാവില്ല. അതാ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉർ റസൂൽ എന്നാണ് ചരിത്രം അദ്ദേഹത്തെ വിളിച്ചത്. മുത്തബിഉർ റസൂൽ, സഹാബികളുടെ കൂട്ടത്തിൽ അങ്ങനെ വിളിച്ച വേറെ ആളില്ല. അത്ഭുതകരമായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മാ ഹഖ്ഖു ഇംറിഇൻ മുസ്ലിമിൻ ലഹു ശൈഉൻ യൂസി ബിഹി യബീതു ലൈല ഔ ലൈലതൈൻ ഇല്ലാ വസിയതുഹു. ഒരാളടുത്ത് എന്തെങ്കിലും സ്വത്തുണ്ടെങ്കിൽ അവൻ വസിയത്ത് എഴുതാതെ ഒരു രാത്രിയോ 2 രാത്രിയോ ഉറങ്ങാൻ പാടില്ല. റസൂലിന്റെ വാക്കാ. മക്തൂബതൻ ഇൻദഹു. ഹദീസിന്റെ ഒരു ഔ മാ ഖാല കമാ ഖാല റസൂൽ, വേർഡ് ഞാൻ ഓർക്കണില്ല, അതാണ് വാചകം. സ്വത്തുണ്ടെങ്കിൽ, സമ്പത്തുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വേണം? വസിയത്ത് എഴുതി വെക്കണം. വസിയത്ത് എഴുതി വെക്കാതെ നിങ്ങൾ ഉറങ്ങരുത് എന്ന്. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്കറിയോ, ഈ ഹദീസ് റസൂലുള്ളാഹിന്റെ നാവിൽ നിന്ന് കേട്ട ശേഷം അബ്ദുല്ലാഹി ബിൻ ഉമർ ഒരുപാട് കാലം ജീവിച്ചു. 1-2 രാത്രിയല്ല, ഒരുപാട് കാലം ജീവിച്ചു. പക്ഷേ ആ കേട്ട അന്ന് തന്നെ അദ്ദേഹത്തിന്റെ വസിയത്ത് എഴുതി വെച്ചു. സുബ്ഹാനല്ലാഹ്. അദ്ദേഹം പറയുന്നുണ്ട്, ഫവല്ലാഹി മാ മറത്ത് അലയ്യ ലൈല മുൻദു സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂലു ദാലിക ഇല്ലാ വവസിയതി മക്തൂബ ഇൻദി. അല്ലാഹുവാണ് സത്യം, ഒരു രാത്രി പോലും റസൂലുള്ളാഹി ഇത് പറഞ്ഞ ശേഷം ഒരു രാത്രി പോലും എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടില്ല ഞാൻ എൻ്റെ വസിയത്ത് എഴുതി വെക്കാതെ. ഏതാണ് ഈ സംഭവം? ആരാണ്? സുബ്ഹാനല്ലാഹ്. അറിയണം സഹോദരന്മാരെ. അദ്ദേഹത്തിന്റെ മൗല നാഫി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഭയങ്കര രസമുള്ളൊരു വാക്കുണ്ട്. ലൗ റഅയ്ത ഇല ഇബ്നു ഉമർ ഫീ ശിദ്ദത്തി ഇത്തിബാഇഹി വഖ്തിഫാഇഹി ലിറസൂലില്ലാഹ് ലഖുൽത ഹാദാ മജ്നൂൻ. അബ്ദുല്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം റസൂലിനെ ഇത്തിബാഇ ചെയ്യുന്നതിലുള്ള ആ കടുപ്പം, റസൂലിനെ ഫോളോ ചെയ്യുന്നതിലുള്ള ആ അടുപ്പം നിങ്ങൾ കണ്ടാൽ നിങ്ങൾ പറയും, ഇയാള് ഭ്രാന്തനാണ്. മജ്നൂൻ. അതെ, മജ്നൂനു സുന്ന. നമ്മൾ സ്നേഹത്തിന്റെ ഭ്രാന്തല്ലേ കേട്ടിട്ടുള്ളൂ, അല്ലേ? കാമത്തിന്റെ ഭ്രാന്തല്ലേ കേട്ടിട്ടുള്ളൂ. ഇത് സുന്നത്തിന്റെ ഭ്രാന്ത. സുബ്ഹാനല്ലാഹ്. അതായിരുന്നു സഹാബത്ത് സഹോദരന്മാരെ. ഭയങ്കരമാണ്. ഇത് ഒരു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മാത്രം കഥയല്ല, സഹാബത്ത് മുഴുവൻ ഇങ്ങനെ ജീവിച്ചത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരിക്കൽ സലാസുൻ ഔസാനി ബിഹിന്ന ഖലീലി, എൻ്റെ ചങ്ങാതി റസൂലുള്ളാഹിനെ കുറിച്ചാണ് പറഞ്ഞത്. 3 കാര്യം വസിയ്യത്ത് ചെയ്തു. എന്നിട്ട് ആ 3 കാര്യം പറഞ്ഞു. ഒന്ന്,
സിയാമു സലാസത്തി അയ്യാം മിൻ കുല്ലി ഷഹർ, എല്ലാ മാസവും 3 ദിവസം നോമ്പ് നോൽക്കുക. 13, 14, 15. റക്അത്തൈ അദ്ദുഹ, രണ്ടാമത്തേത് ദുഹയുടെ 2 റക്അത്ത് നിസ്കാരം. 3 അൻ ഊതിറ ഖബ്ല അൻ അനാം, ഉറങ്ങുന്നതിന് മുമ്പ് വിത്ർ നിസ്കരിക്കാൻ. കേൾക്കണോ നിങ്ങൾക്ക്? കേൾക്കണോ? അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, ഫഅന ലാ അദഉന്ന ഹത്താ അമൂത്ത്, മരിക്കണത് വരെ ഞാൻ അത് ഒഴിവാക്കൂല. ഏതാണ് ആ തീരുമാനം? ഏതാണ് ആ തീരുമാനം? അതാണ് ഇത്തിബാ. അത് പഠിപ്പിക്കുക ഹജ്ജിലൂടെ. അലി റളിയല്ലാഹു അൻഹു ഭയങ്കര രസമുള്ളൊരു സംഭവമാണ്. ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഒന്ന് ഉപ്പാൻ്റെ അടുത്ത് പോയിട്ടേ ഒരു സെർവൻറ്റിനെ കിട്ടുമോ, കുറേ അടിമക്കാർ വന്നിട്ടുണ്ട്, അടിമകൾ വന്നിട്ടുണ്ട്, സെർവൻറ്റിനെ കിട്ടുമോ, ഒന്ന് പോയി നോക്ക്. ഓക്കെ, നബീൻ്റെ അടുത്ത് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഞാൻ രാത്രി നിങ്ങളെ വീട്ടിലേക്ക് വരാം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി അവരുടെ വീട്ടിലേക്ക് കടന്നു ചെന്നു. അവർ ഉറങ്ങാൻ പോണ സമയമാണ്, ഉറങ്ങാൻ വേണ്ടി റെഡിയായി ഇങ്ങനെ നിൽക്കുക. അവരോട് ചോദിച്ചു, അല അദുല്ലുക്കുമാ അല ഖൈരിൻ മിൻ ഖാദിം, ഒരു സർവൻറ്റിനേക്കാൾ നല്ലൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് രണ്ടാൾക്കും പഠിപ്പിച്ചു തരട്ടെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഉറങ്ങാൻ പോകുമ്പോൾ 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് പറയണം, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് പറയണം, 34 പ്രാവശ്യം അല്ലാഹു അക്ബർ പറയണം. ഫദാലിക ഖൈറുൽ ലക്കുമാ മിൻ ഖാദിം, അതാണ് നിങ്ങൾക്ക് ഞാനിപ്പോൾ ഒരു സർവൻറ്റിനെ തരുന്നതിനേക്കാൾ ഉത്തമം. ഇനിയാണ് സംഭവം. ആരുടെയും മുഖം ചുളിഞ്ഞില്ല. ഫാത്തിമ ഉപ്പയോടൊരു വെറുപ്പും കാണിച്ചില്ല. പുതിയാപ്പിളക്കൊരു വെറുപ്പും തോന്നിയില്ല. ആ പുതിയാപ്പിള പറയുന്ന ഒരു വാക്കുണ്ട്, ഫമാ തറക്തുഹുമാ മുൻദു സമിഅ്തുഹു മിൻ റസൂലില്ലാഹി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുനിന്ന് അത് കേട്ട ശേഷം ഞാൻ അത് ഒഴിവാക്കിയിട്ടില്ല ഒറ്റ രാത്രിയും. ഏതായി വർത്തനം ഇത്? അലി റളിയല്ലാഹു അൻഹു പറയുമ്പോൾ കൂടെയുള്ള ഒരാൾ ചോദിച്ചു, വലാ ലൈലത സഫീൻ, സിഫീൻ യുദ്ധ ദിവസം പോലും. സിഫീൻ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു ആഭ്യന്തര യുദ്ധമായിരുന്നു, ഒരു ഭാഗത്ത് അലി കക്ഷിയായിരുന്നു. അന്ന് പോലും അതൊരു വല്ലാത്ത ദിവസമായിരുന്നു. അന്ന് ആർക്കും ഒരു സത്യത്തിൽ ചിന്തിക്കാനും ആലോചിക്കാനും ഒന്നും സമയമില്ല, കാരണം ബമ്പിച്ച ഫിത്നയായിരുന്നു. അലി റളിയല്ലാഹു അൻഹു മറുപടി പറയുന്നുണ്ട്, വലാ ലൈലത സഫീൻ, അതെ, തൻ്റെ ബുദ്ധി പറന്നു പോകുമാറ് പ്രശ്നങ്ങളുണ്ടായ ആ ദിവസം പോലും. എന്താ കാരണം എന്നറിയൂ? അവരുടെ ഉള്ളിൽ റസൂലുള്ളാഹിനെ കുറിച്ചുള്ള ഹുബ്ബ് നിറഞ്ഞിരുന്നു. അതാണ് ഭ്രാന്തൻ, മജ്നൂൻ ഹുബ്ബിൻ എന്നൊക്കെ പറയാനുള്ള കാരണം. സുബ്ഹാനല്ലാഹ്, ഇത് അവസാനിക്കില്ല. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, റസൂലുള്ളാഹിന്റെ ടേസ്റ്റിനെ അവർ ഇഷ്ടപ്പെട്ടു, റസൂലുള്ളാഹിന്റെ രുചിയെ അവർ ഇഷ്ടപ്പെട്ടു. എവിടെ, എന്താ? അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്ത് ഒരു കറി കൊണ്ടുവന്നു കൊടുത്തത് ആരോ. അപ്പോ ആ കറിയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ കാണുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യതതബ്ബഉ ദബ്ബ, അതിൽ നിന്നിങ്ങനെ ദബ്ബ തരുന്നു. ദബ്ബ എന്ന് പറഞ്ഞാൽ ചെരങ്ങയാണ്, ചെരങ്ങ മുറിച്ചിട്ട കറിയാണ്. അനസ് എന്ന് പറയാണ്, ഫവല്ലാഹി മാ സിൽതു ഉഹിബ്ബു ദബ്ബ മിൻ യൗമഇൻ, അന്ന് മുതൽ എനിക്ക് ചെരങ്ങ ഭയങ്കര ഇഷ്ടമാണ്. റസൂലുള്ളാഹിന്റെ ടേസ്റ്റ്, അതെനിക്ക് ടേസ്റ്റ് ആകണം. അദ്ദേഹത്തിന്റെ പേഴ്സണൽ വിഷയ ആണ്. പക്ഷേ എന്നിട്ട് പോലും നോക്ക്, നിങ്ങൾ നോക്കണേ, എന്തൊരു സംഭവമാണ്, വല്ലാത്ത സംഭവമല്ലേ? നമ്മൾ ആലോചിക്കണം സഹോദരന്മാരെ. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജാബിർ റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചൊരു നിസ്കാരം കഴിഞ്ഞിട്ട് നബി കൊണ്ടുപോവുക, വീട്ടിലേക്ക് വിരുന്ന് കൊണ്ടുപോവുക. വീട്ടിലെത്തി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ഹൽ ഇൻദകും മിൻ തആം, എന്തെങ്കിലും ഉണ്ടോ കഴിക്കാൻ? ആയിഷ ബീവി പറഞ്ഞില്ല, ഇല്ലൽ ഖല്ല യാ റസൂലല്ലാഹ്, ഇല്ല, സുർക്ക മാത്രമേ ഉള്ളൂ. ബൈത്തു റസൂലില്ല, അല്ലാഹുവിന്റെ റസൂലിന്റെ വീട്, ഭക്ഷണമല്ല. വിരുന്നുകാരൻ വന്നിട്ടുണ്ട്, കൊടുക്കാനൊന്നുമില്ല. ഭൂലോകത്ത് ജനിച്ച ഏറ്റവും നല്ല മനുഷ്യന്റെ വീട്ടിൽ ഒന്നുമില്ല. എന്താണുള്ളത്? സുർക്ക മാത്രം. നബി പറഞ്ഞു, ഹാത്തി ഫനിഅമൽ ഇദാം അൽ ഖൽ, കൊണ്ടുവരെ, എന്ത് നല്ല കൂട്ടാനാ സുർക്ക, നല്ല കറിയാ സുർക്ക. ജാബിർ തന്നെ പറയുന്നുണ്ട്, ഫമാ സിൽതു ഉഹിബ്ബുൽ ഖല്ല മുൻദു സമിഅ്തുഹാ മിൻ റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അന്നു മുതൽ
നബിയുടെ നാവിൽ നിന്ന് അത് കേട്ടത് മുതൽ എനിക്ക് ഹല്ല് സുറുക്ക ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞത് എന്താ അറിയോ, എന്താണ് ഈ ഇത്തിബാഇന്റെ രൂപം എന്ന് പറയാനാ. സുബ്ഹാനല്ലാഹ്, എത്രയാണെന്ന് ആലോചിച്ച് നോക്കൂ സഹോദരന്മാരെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മസ്ജിദ് ഖുബ നിങ്ങൾ ഹജ്ജിന് പോകുന്നവർ കാണാൻ പോവുക. മസ്ജിദ് ഖുബയിൽ നമസ്കാരം നിർവഹിക്കുകയാണ്. നമസ്കാരം നടന്നുകൊണ്ടിരിക്കുമ്പോഴാ വന്ന് പറഞ്ഞത് കഅബ മാറിയിട്ടുണ്ട്. നിസ്കാരം നടന്നുകൊണ്ടിരിക്കുക, നിസ്കാരത്തിലാണ് അവർ തിരിഞ്ഞത്. അതുകൊണ്ടാണ് മസ്ജിദുൽ ഖിബലത്തൈനി ഉണ്ടായത്. നിസ്കാരത്തിൽ കാത്തുന്നില്ല, നിസ്കാരം കഴിയട്ടെ, ആ പറയുന്നത് ശരിയാണോ നമുക്ക് അന്വേഷിക്കാം, എന്നിട്ടാകാം, അടുത്ത റക്അത്തിലാകാം, അടുത്ത വക്തിലാകാം. ലാ, അതായിരുന്നു സഹാബത്ത്. അതായിരുന്നു സഹാബത്ത്. നബി പറഞ്ഞതിൽ നിന്ന് ഒരു ഇഞ്ച് മുമ്പോട്ടുമില്ല, ഒരു ഇഞ്ച് പിമ്പോട്ടുമില്ല. സമ്മതിക്കണ പ്രശ്നമില്ല, ഒരു വിഷയത്തിലുമില്ല. റസൂലായിരുന്നു അവരുടെ ഹീറോ, നബി. അതാണ് അഷ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ഒരു പ്രവൃത്തിയിലൂടെ കാണിച്ചു തന്നത്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ ആലോചിച്ചു സഹോദരന്മാർ, നമ്മൾ മനസ്സിലാക്കണം, ഈ റസൂലിനെ ഫോളോ ചെയ്യുകയല്ലാതെ മുസ്ലിം ഉമ്മത്തിന് ഇസ്സത്ത് കിട്ടാൻ മറ്റൊരു മാർഗവുമില്ല എന്ന് ഈ റസൂലിനെ ഫോളോ ചെയ്യുന്നത് നാം അവസാനിപ്പിച്ചുവോ അന്നാണ് നമ്മുടെ അപമാനം ആരംഭിച്ചു തുടങ്ങിയത്. നമ്മളത് മനസ്സിലാക്കണം. അതുകൊണ്ട് സഹോദരന്മാരെ, ഈ സംഗതികൾ ഞാൻ പറഞ്ഞത് നമ്മുടെ വിഷയത്തിലേക്ക് എത്താൻ വേണ്ടിയാണ്. നമുക്ക് വിഷയത്തിലേക്ക് എത്തണം. നമ്മൾ ഹജ്ജിലേക്ക് വരിക. ഹജ്ജിൽ എന്താണ്, എങ്ങനെയാണ് ഹജ്ജിൻ്റെ ഓരോ കർമ്മങ്ങളിലും ഇത് എന്ന് നമ്മൾ പരിശോധിക്കണം. ഇത് വളരെ പ്രധാനപ്പെട്ട വിഷയമായതുകൊണ്ടാണ് നീണ്ടുപോയത്. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഒന്നാമത്തെ രംഗം നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഹജ്ജത്തുൽ വദാ ആണല്ലോ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ. ഹിജ്റ 10ാമത്തെ വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് പുറപ്പെടുകയാണ്. നബി പുറപ്പെട്ടത് ദുൽഖഅദ് 24-നാണ് മദീനയിൽ നിന്ന് പുറപ്പെടുന്നത്. റബീഉൽ 20 മിൻ ദുൽഖഅദ. നബി മക്കയിലെത്തുന്നത് ദുൽഹിജ്ജ 4 രാവിലെയാണ്. അത്രയും ദിവസം നബി യാത്ര ചെയ്തു. നബി പുറപ്പെടുന്ന സമയത്ത് ഹജ്ജ് ചെയ്യാൻ വേണ്ടി നബി പോവുകയാണ്. അപ്പോൾ പുറപ്പെടുന്നതിന് തൊട്ടു മുമ്പായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബികളെ പറഞ്ഞയച്ചു. മദീനയുടെ ചുറ്റുഭാഗവുമുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും. എന്തിനാറിയാ പറഞ്ഞയച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജിന് പോകുന്നു, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നബിയുടെ കൂടെ കൂടാം, നിങ്ങൾ കൂടണം എന്ന് പരസ്യം ചെയ്യാൻ. ഞാൻ ചോദിക്കട്ടെ, എന്തിനായിരുന്നു ഈ പരസ്യം? എന്തിനാ എല്ലാവരെയും നബി വിളിച്ചു കൂട്ടിയത്? എന്തിനാ? ശരിക്കും ശ്രദ്ധിച്ചോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആഗ്രഹിച്ചത് ഈ ഹജ്ജ് കർമ്മം എന്ന കർമ്മം എൻ്റെ ഉമ്മത്ത് എന്നിൽ നിന്ന് കണ്ടുപഠിക്കണം. എന്നിൽ നിന്ന് കണ്ടുപഠിക്കണം. എവിടെ നബി ഇരുന്നു, എവിടെ നബി കിടന്നു, എപ്പോൾ ഇരുന്നു, എപ്പോൾ കിടന്നു. മദീനയിലുള്ള ആളുകൾ ഒരുമിച്ച് കൂടി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ വലിയ ഒരു സമൂഹം നബിയുടെ ചുറ്റുഭാഗവും. നബി പുറപ്പെട്ട് ദുൽഹുലൈഫയിലെത്തി. അതാണ് നബിയുടെ മീഖാത്ത്. മദീനത്തിൽ നിന്ന് പോരുന്ന ആളുകൾക്കറിയാം, മാബാർ അലി എന്ന പേരിൽ അറിയപ്പെടുന്ന സ്ഥലം. അതും പണ്ടതിൻ്റെ പേര് ദുൽഹുലൈഫ എന്നായിരുന്നു. അവിടെ ചെന്നപ്പോൾ അവിടെയും വലിയ ജനസമൂഹം. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ വഴിയിൽ വേറെയും കുറെ സമൂഹം. അങ്ങനെ വലിയ സമൂഹം. വലത്തോട്ട് നോക്കിയാലും ഇടത്തോട്ട് നോക്കിയാലും മുമ്പോട്ട് നോക്കിയാലും പിന്നോട്ട് നോക്കിയാലും ഒക്കെ നിറയെ ആളുകൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 1,20,000 ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ. ശ്രദ്ധിച്ചോ, എന്തിനായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും ആളെ കൂട്ടിപ്പോയത്? എന്തിനായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണമെങ്കിൽ ഹജ്ജ് നന്നായി ഏതെങ്കിലും 4-5 സഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ട് ഈ ഗ്രാമങ്ങളിലും ഈ സ്ഥലങ്ങളിലേക്കുമൊക്കെ അയച്ച് അവരെ പഠിപ്പിച്ചാൽ പോരായിരുന്നു. ഖുർആൻ പഠിപ്പിച്ചതുപോലെ, നമസ്കാരം പഠിപ്പിച്ചതുപോലെ, സക്കാത്ത് പഠിപ്പിച്ചതുപോലെ പോരായിരുന്നോ? ചെയ്തില്ല നബി. കാരണം എന്താ അറിയോ? ഞാൻ പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ഹജ്ജ് ഒരു വലിയ പാഠശാലയാണ്, സ്കൂളാണ്. അത് ടീച്ചറെ തന്നെ പഠിക്കണം. ഇവിടെ ടീച്ചർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. നബിയിൽ നിന്ന് നേരിട്ട് കണ്ടു പഠിക്കണം. ശരിക്ക് കണ്ണ് തുറന്ന് മനസ്സിലാക്കുക. നമ്മളിത് സഹാബത്ത് നോക്കൂ, നമ്മൾ മനസ്സിലാക്കണം. പല സ്ഥലത്തും ഇസ്ലാം വിശാലമായി, ഇസ്ലാം പല സ്ഥലങ്ങളിലേക്കും വ്യാപിച്ചപ്പോൾ നബി അവിടേക്കൊക്കെ സഹാബത്തിനെ പറഞ്ഞയച്ചിട്ടുണ്ട് ഖുർആൻ പഠിപ്പിക്കാൻ, സ്വലാത്തിന്റെ രൂപം പഠിപ്പിക്കാൻ, സക്കാത്തിന്റെ കണക്ക് പഠിപ്പിക്കാൻ.
ഇസ്ലാമിക രീതികൾ പഠിപ്പിക്കാൻ. പക്ഷെ ഹജ്ജിൽ നബി ഒരു അധ്യാപകരെയും പറഞ്ഞയച്ചില്ല. സഹാബികൾപ്പെട്ട ആരെയും ഹജ്ജ് പഠിപ്പിക്കാൻ പറഞ്ഞയച്ചില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞയച്ചില്ല. എന്തുകൊണ്ട്? അതാ മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ ഹജ്ജിൽ ഇത്തിബാഉ റസൂൽ എത്ര പ്രധാനപ്പെട്ടതെന്ന് ചിന്തിച്ചു നോക്കൂ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം സഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് വാ നമുക്ക് ഹജ്ജിന് പോകാം. വലിയൊരു സംഭവമാണ് ഇത്. ഞാൻ നിങ്ങളോട് ഇത് പഠിക്കാതെ നമ്മൾ ഹജ്ജിന് പോയാൽ ശരിയാവില്ല എന്ന് പറയാൻ കാരണം അതാണ്. ഇത് പഠിക്കാൻ ഞാൻ ഹജ്ജാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നേർക്ക് നേരെ അവർ കാണണം, നബിയിലേക്ക് അവർ നോക്കണം. നബി എങ്ങനെയാണ് ഇഹ്റാം ചെയ്യുന്നത്, നബി എങ്ങനെയാണ് വഴിയിൽ നമസ്കരിക്കുന്നത്, നബി എങ്ങനെയാണ് തവാഫ് ചെയ്യുന്നത്, നബി എങ്ങനെയാണ് സഅയ് ചെയ്യുന്നത്. മഹാസമൂഹം 1,20,000 ആളുകൾ ഓരോ സ്റ്റെപ്പിലും നിങ്ങൾ ആലോചിക്ക്. അള്ളാഹുവിന്റെ റസൂൽ വിളിച്ചു കൂട്ടിയത് എന്തിന്? റസൂലിന്റെ ഇത്തിബാഅ് എൻ്റെ ഉമ്മത്തിന് ഈ അമലിൽ ഉണ്ടാകണമെന്ന വല്ലാത്ത ആഗ്രഹം കൊണ്ട് അത് നേർക്ക് നേരെ കണ്ട് കിട്ടണം. അതാണ് രണ്ടാമത്തെ കാര്യം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹജ്ജ് കഴിഞ്ഞിട്ട് ഒരു വാക്ക് പറഞ്ഞു, ലിതഖുദു അന്നി മനാസിക്കക്കും. നിങ്ങൾ ഹജ്ജിന്റെ മനാസിക്കുകൾ എന്നിൽ നിന്ന് സ്വീകരിക്കണം, ഞാൻ ചെയ്തതുപോലെ നിങ്ങൾ ചെയ്യണം. അവിടെ നിർത്തിയില്ല. അടുത്ത വാക്ക് റസൂലിന്റെ വാചകം എന്തായിരുന്നു എന്നറിയോ? ലഅല്ലി ലാ അൽഖാക്കും ബഅദ ആമി ഹാദാ. ചിലപ്പോ ഈ വർഷം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കണ്ടുകൊള്ളണമെന്നില്ല. സുബ്ഹാനല്ലാഹ്. ഇത് കേട്ടതോടുകൂടി ജനങ്ങളൊക്കെ ബദ്ധശ്രദ്ധരായി. അവർക്ക് മനസ്സിലായി ഇനി ഒരു ഹജ്ജ്, റസൂലിന്റെ ഹജ്ജ് കാണാൻ ഞങ്ങളുണ്ടാവില്ല. അവരെല്ലാവരും അവരുടെ ഹൃദയം തുറന്നു വെച്ചു, അവരുടെ കണ്ണുകളും കാതുകളും തുറന്നു വെച്ചു, അവരുടെ ഇന്ദ്രിയങ്ങൾ മുഴുവൻ തുറന്നു വെച്ചു. എങ്ങോട്ടായിരുന്നു? ഫോക്കസ് ചെയ്തു. നമ്മൾ ക്യാമറ ഫോക്കസ് ചെയ്തില്ലേ, അതേമാതിരി അവർ ഫോക്കസ് ചെയ്തു. അവരുടെ ക്യാമറ ഇതൊക്കെയായിരുന്നു. അവരുടെ ഹൃദയം, അവരുടെ കണ്ണ്, അവരുടെ കാത്, അവരുടെ മനസ്സ് ഒക്കെ ഫോക്കസ് ചെയ്തു. എങ്ങോട്ട്? ഇലാ റസൂലില്ലാഹ്. എന്തിനാ? ലൈവായിട്ട് പ്രക്ഷേപണം ചെയ്യാൻ, ലൈവായിട്ട് പകർത്തി. നമുക്ക് ഭയങ്കര പരിചയമുള്ള പദങ്ങളാണല്ലോ ഇതൊക്കെ. എന്തിനാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചലനവും അവർ പകർത്തി. നബിയുടെ ചലനം അവർ പകർത്താനുള്ള കാരണം റസൂലിന്റെ ഒരു വാക്കാ, ലഅല്ലി ലാ അൽഖാക്കും ബഅദ ആമി ഹാദാ. ഇനി ചാൻസ് ഇല്ല. അപ്പൊ ഇത്തിബാഅ് ശരിക്കും കിട്ടണം. ഇനി ചാൻസ് ഇല്ല. സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിക്കണേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്ത ഇബാദത്തിന്റെ പേരെന്താണെന്നറിയോ? ഹജ്ജ. ഒറ്റ പ്രാവശ്യം. ശരിക്കും മനസ്സിലാക്കണം. ഞാൻ ഒന്നുകൂടി പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരങ്ങളിലെ നമസ്കാരം ആയിരക്കണക്കിന് തവണ നിർവഹിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 9 വർഷം റമദാൻ നോമ്പ് നോറ്റിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 9 വർഷം സക്കാത്ത് കൊടുക്കുകയും സക്കാത്ത് പിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഒരുപാട് തവണ ആവർത്തിച്ചു. പക്ഷേ ഒരുപാട് തവണ ആവർത്തിച്ചതുകൊണ്ട് എന്താ? ഒരുപാട് റിപ്പോർട്ടുകൾ വന്നു. എല്ലാവരും കണ്ടതൊക്കെ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമസ്കാരം, നോമ്പ്, സക്കാത്ത് തുടങ്ങിയ ഹജ്ജല്ലാത്ത എല്ലാ ഇബാദത്തുകളും നമ്മുടെ മുമ്പിൽ സഹാബത്ത് വിവരിച്ചിരുന്ന ഒരുപാട് റിപ്പോർട്ടുകൾ. അതിൽ നിന്നാണ് ഫുഖഹാക്കൾ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അതിൽ നിന്നാണ് എടുക്കുന്നത്. അതൊരു വലിയ സമ്പത്താ. പക്ഷെ ഹജ്ജോ അള്ളാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ചെയ്യുന്നു, പിന്നെ നബി ചെയ്യുന്നില്ല. അപ്പൊ നബി ആഗ്രഹിച്ചു. എന്താ സഹോദരന്മാരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സലാത്ത് നബിയുടെ നമസ്കാരം നമുക്ക് ഒരുപാട് ഹദീസുകളിൽ നിന്ന് കിട്ടും, അല്ലെ? നബിയുടെ ജിഹാദ് ഒരുപാട് ഹദീസിൽ നിന്ന് കിട്ടും. നബിയുടെ നോമ്പ് ഒരുപാട് ഹദീസിൽ നിന്ന് കിട്ടും. നബിയുടെ സക്കാത്ത് ഒരുപാട് ഹദീസിൽ നിന്ന് കിട്ടും. മറ്റ് ഇബാദത്തുകളൊക്കെ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. എല്ലാറ്റിൽ നിന്നും കിട്ടും. ജിഹാദിനെ കുറിച്ച്, യുദ്ധങ്ങളെ കുറിച്ച് ഒക്കെ കിട്ടും. പക്ഷേ ഹജ്ജോ നോ ചാൻസ്. ഒറ്റ പ്രാവശ്യം. അതാണ് ഹജ്ജത്തുൽ വദാ.
അതുകൊണ്ടാണല്ലോ നിങ്ങൾ കണ്ടിട്ടില്ലേ, സഹാബത്ത് അത് മനസ്സിലാക്കി. സഹാബത്ത് നോക്കൂ, ഏറ്റവും വലിയ ദീർഘമായ ഹദീസ് ഹജ്ജിനെ കുറിച്ചുള്ള ഹദീസല്ലേ, ലിതഖുദു അന്നി മനാസിക്കക്കും ഫഇന്നി ലാ അദ്രി ലഅല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ. ആ വാചകമാണ് അവരെ ഞെട്ടിച്ചു കളഞ്ഞത്. നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മം പഠിക്കണം, എനിക്കറിയില്ല അടുത്ത വർഷം ഞാനിതിന് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അവർ മനസ്സിലാക്കി. അത്ഭുതമല്ലേ സഹോദരന്മാരെ, അത്ഭുതമല്ലേ? അവരെല്ലാവരും ക്യാമറ തുറന്നു വെച്ചു. അവരുടെ കയ്യിൽ ഉണ്ടായിരുന്ന ക്യാമറ അവർ തുറന്നു വെച്ചു. അതായിരുന്നു അല്ലേ? ഓരോ സമയവും നബി എപ്പോൾ ഇഹ്റാം ചെയ്തു? നബി ഇഹ്റാം ചെയ്തത് വാഹനപ്പുറത്ത് കയറിയിരുന്ന ശേഷമാണ് അല്ലേ? നബി കയറുമ്പോൾ ഇന്ന കാലാണ് വെച്ചത്. നബി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടകത്തിന്റെ വായയിൽ നിന്ന് ഇങ്ങനെ ഒരു തരം ദ്രാവകം ഒലിച്ചു. ഓരോന്നും എഴുതാത്ത എന്തെങ്കിലും ഉണ്ടോ? അവർ കാണിച്ചു തരാത്ത, പറഞ്ഞു തരാത്ത എന്തെങ്കിലും ഉണ്ടോ? അത്ഭുതകരമായിരുന്നു ഈ ഫോക്കസിങ് സിസ്റ്റം, അത്ഭുതകരം. എല്ലാം പോയിന്റ് ഓരോന്നും, ഒന്നുമില്ല നമ്മുടെ മുമ്പിൽ. റസൂലുള്ള എങ്ങനെ ഹജ്ജ് ചെയ്തു എന്ന് ചോദിച്ചാൽ അറിയാത്ത ഒരു ഭാഗവുമില്ല. കാരണം അവരുടെ ഹൃദയവും അവരുടെ കണ്ണും അവരുടെ കാതും അവരുടെ മുഴുവൻ അവയവങ്ങളും റസൂലിലേക്ക് ഫോക്കസ് ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോക്കൂ, അതിന് സൗകര്യം ചെയ്തു കൊടുത്തു. നബി എങ്ങനെ ഹജ്ജ് ചെയ്തത്? ഒട്ടകപ്പുറത്ത് കയറിയിരുന്നിട്ട്. എന്തിന്? നബി എങ്ങനെ തവാഫ് ചെയ്തത്? ഒട്ടകപ്പുറത്ത്. സഅയ് നടത്തിയത് ഒട്ടകപ്പുറത്ത്. എന്തിനാ? എല്ലാവരും കാണാൻ വേണ്ടി. നബി ഇങ്ങനെ ഹജ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ചിലർക്ക് സംശയമായി, നബി നോമ്പിലാണോ? നബിയുടെ ചെവിയിലെത്തി, നബി നോമ്പിലാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉടനെ ഒരാളോട് കുറച്ച് പാല് വാങ്ങി നബി കുടിച്ചു. എല്ലാവരും കണ്ടു, എല്ലാവരും മനസ്സിലാക്കി നബി നോമ്പുകാരനല്ല, ഇന്ന് നോമ്പില്ല. ഇങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ ഇക്തിബാ പഠിപ്പിച്ചത്. വലിയൊരു പാഠമാണ് സഹോദരന്മാരെ. ഇപ്പോൾ നമ്മൾ ചോദിക്കണം, ഇപ്പോൾ റസൂൽ നമ്മളെ കൂടെ ഇല്ല, നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്യാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ഇല്ല. പക്ഷേ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളിപ്പോൾ കാണുന്നില്ല. നബീനെ ഒട്ടകപ്പുറത്ത് നമ്മൾ കാണുന്നില്ല, കഅബയുടെ അടുത്ത് കാണുന്നില്ല, തവാഫ് ചെയ്യുന്നിടത്ത് കാണുന്നില്ല, സഫയിലും മർവയിലും നബിയെ കാണുന്നില്ല. പക്ഷേ നബിയെ കാണുന്നില്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഹജ്ജ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് വളരെ കൃത്യമായി കാണുന്നില്ലേ? റസൂലിനെ കാണുന്നത് പോലെ നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനൊരു സാങ്കല്പിക സംഭവം പറയട്ടെ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളൊരു സഹാബിയാണെന്ന് വിചാരിച്ചു, നബിയുടെ കൂടെ ഹജ്ജ് ചെയ്യാൻ ഭാഗ്യം കിട്ടിയെന്ന് വിചാരിച്ചോ? വല്ലാഹി ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ റസൂലിൻ്റെ നിഴലിൽ നിങ്ങൾ മാറുമോ? സല്ലല്ലാഹു അലൈഹി വസല്ലം മാറോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിക്കാൻ നിങ്ങൾ ഓടൂലേ? ഇല്ലേ? നബിയുടെ ചെരുപ്പ് എടുക്കാൻ നിങ്ങൾ ഓടൂലേ? നബിയുടെ കാലിന്റെ താഴെ നിങ്ങൾ ഉണ്ടാവൂലേ? നിങ്ങൾ നോക്കി നിൽക്കൂലേ? റസൂലിന്റെ ആ സുഹബത്ത്, ആ സഹവാസം നിങ്ങൾ ആഗ്രഹിക്കൂലേ? വല്ലാഹി സുമ്മ വല്ലാഹി നമുക്ക് പറ്റൂല ഒഴിവാക്കാൻ. ഒരു സെക്കൻഡ് പോലും റസൂലുള്ളാഹിനെ ഫോളോ ചെയ്യുന്നതിൽ നിന്ന്, റസൂലിന്റെ കൂടെ നിൽക്കുന്നതിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റൂല എന്ന് ഉറപ്പല്ലേ? നബിന്റെ കൂടെയാണെങ്കിൽ അല്ലേ? എങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളൊന്ന് പിന്നിലേക്ക് വാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹജ്ജത്തുൽ വദാഇൽ ഞാൻ ഉണ്ടായിട്ടില്ല, കൂടെയില്ല. പക്ഷേ റസൂലുള്ളാഹിന്റെ സുന്നത്ത്, റസൂല് നമ്മുടെ കൂടെയുള്ളത് പോലെ ജാബിർ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ പരിഗണിക്കണ്ടേ സുഹൃത്തെ? പരിഗണിക്കണ്ടേ? എന്നിട്ട് അതിനെ തള്ളുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യുക? നോ, ഒരിക്കലും പറ്റൂല. നിങ്ങൾ കല്ലെറിയാൻ വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, കല്ലെറിയാൻ ചെല്ലുമ്പോൾ എങ്ങനെയാണ് റസൂൽ കല്ലെറിഞ്ഞത് അങ്ങനെ എറി. തവാഫ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് റസൂൽ തവാഫ് ചെയ്തത് അങ്ങനെ ചെയ്യ്. അത് നമുക്ക് ഹജ്ജ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിച്ചല്ലോ, പഠിപ്പിച്ചത് കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. നമ്മൾ മനസ്സിലാക്കണം, ഇതാണ് വേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മൂന്നാമത്തെ രംഗം സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞാൻ പറഞ്ഞല്ലോ, അത്യത്ഭുതകരമായ രീതിയിൽ സഹാബത്ത് നബിയിൽ നമുക്ക് ഹജ്ജ് റിപ്പോർട്ട് ചെയ്തു തന്നു എന്നത്. അത്യത്ഭുതകരമായ രീതിയിൽ. എന്തൊരു രസമാണ് അത്. നബി നോക്കൂ, അത്യത്ഭുതം എന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്. കുറേ ആൾക്കാർ നബിയുടെ കൂടെ ദുൽഹുലൈഫയിൽ നിന്ന് തുടങ്ങിയതാ. അവര് ആ വഴിയിലുണ്ടായ മുഴുവൻ സംഗതിയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മക്കയിൽ നിന്ന് മദീനത്തേക്ക് വരുന്ന വഴിയിൽ, ഹജ്ജിന് വരുന്ന വഴിയിൽ കാലിൻ്റെ പാദങ്ങൾക്കൊരു ചെറിയ പ്രയാസമുണ്ടായി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊമ്പ് വെച്ചു. കാലിൻ്റെ ആ പാദത്തിൻ്റെ മുകളിൽ
കൊമ്പ് വെച്ചു. കേൾക്കണോ നിങ്ങൾക്ക് അത്യത്ഭുതം? അതും കൂടി സഹാബത്ത് നമുക്ക് റിപ്പോർട്ട് ചെയ്തു തന്നു. അതെ, നിങ്ങൾക്ക് കേൾക്കണോ? റൗഹ എന്ന് പറഞ്ഞ സ്ഥലത്തെക്കുറിച്ച് ഞാൻ നേരത്തെ കൂടെ പറഞ്ഞല്ലോ. റൗഹയിൽ നബി എത്തിയപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി ഒരു വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് മാറിയെന്നു. എന്തോ ആവശ്യത്തിന് മാറിയുന്നതാണ്. സുബ്ഹാനല്ലാഹ്. പിറ്റേത്തെ കൊല്ലം അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു ഹജ്ജിനും ഉണ്ട്. ആ വൃക്ഷത്തിൻ്റെ അവിടെ എത്തിയപ്പോൾ, റൗഹയിൽ എത്തിയപ്പോൾ ആ വൃക്ഷം തെരഞ്ഞു പിടിച്ച് ആ വൃക്ഷത്തിൻ്റെ അടുത്തേക്ക് മാറി നിന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്ന്. എന്താ മറുപടി എന്നറിയോ? എന്താ? ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഹജ്ജ് ചെയ്ത ആളാ, ഞാൻ കണ്ടിട്ടുണ്ട് റസൂല് ഇവിടെ എത്തിയപ്പോൾ ആ മരത്തിൻ്റെ അതിലൂടെ പോകുന്നത് ഞാൻ കണ്ടു എന്ന്. സുബ്ഹാനല്ലാഹ്. എങ്ങനെയാണ് ആ ഫോക്കസ് ചെയ്തതെന്ന് ആലോചിച്ച് നോക്കൂ. ഓരോ പ്രവർത്തനത്തിൽ, ഓരോ സംഗതിയിലും അത് അമാനത്തോടു കൂടി അവർ നമുക്ക് എത്തിച്ചു തന്നു. എത്ര വിശ്വസ്തമായ, എത്ര സൂക്ഷ്മമായാണ്. എന്തെങ്കിലും വിട്ടത് നിങ്ങൾക്ക് പറയാണ്ടോ? റസൂലുള്ളാഹിന്റെ ഹജ്ജിൽ നിന്ന് എന്തെങ്കിലും വിട്ടത്? റസൂലുള്ള പൊറുക്കിയ കല്ലിന്റെ വലിപ്പം പറഞ്ഞു തന്നില്ലേ? എറിയാൻ പൊറുക്കിയ കല്ലിന്റെ വലിപ്പം അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കല്ലെടുത്തു, ചെറിയ കല്ല് ഉറക്കിയിട്ട് പറഞ്ഞു, ഇതാ ബി അംസാലി ഹൗലായി ഫർമു വഇയ്യാകും വൽ ഖുലു. ഇതുപോലുള്ള ചെറിയ കല്ലുകൊണ്ട് എറിയാവൂ കേട്ടോ, നിങ്ങൾ ഇതിലൊന്നും വല്ലാതെ അതിര് കവിഞ്ഞു പോകരുത്, വലിയ കല്ലെടുത്ത് എറിയരുത് എന്ന് പറഞ്ഞു. സുബ്ഹാൻ. അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ജംറത്തുൽ അഖബയുടെ അടുത്ത്, ജംറത്തുൽ അഖബയിലാണല്ലോ 10 കല്ലെറിയേണ്ടത്. അവിടെ നിന്നിട്ട് നബി സല്ലല്ലാഹു ജംറത്തുൽ കുബ്രയുടെ അടുത്ത് നിന്നിട്ട് അദ്ദേഹം മിനയെ വലതുഭാഗത്തും മക്കയെ ഇടതുഭാഗത്തുമായിട്ട് നിന്നിട്ട് പറഞ്ഞു, ഹാദാ മഖാമല്ലദീ ഉൻസിലത് അലൈഹി സൂറത്തുൽ ബഖറ. ഈ സ്ഥലത്ത് വെച്ചാണ് സൂറത്തുൽ ബഖറ ഇറങ്ങിയത്. എത്ര കൃത്യം എന്നൊക്കെ സ്പോട്ടൊക്കെ പറയുന്നത്, എത്ര കൃത്യമായിട്ടാണ് പറഞ്ഞത്. ഓരോന്നും അതവർക്ക് അന്തസ്സായിരുന്നു. അവർ പറയായിരുന്നു, എൻ്റെ ഹബീബ് ഇങ്ങനെയാണ് ചെയ്തത്, എൻ്റെ ഹബീബ് ഇങ്ങനെയാണ് ചെയ്തത്, ആ ഹബീബിനെ പിൻപറ്റാനാണ് എനിക്കിഷ്ടം. ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ പോലെ ഓരോ സംഗതിയിലും നമ്മൾ അതിന് ശ്രദ്ധിക്കണം സാധാരണ. നമ്മുടെ ഓരോ സ്റ്റെപ്പിലും, ഹജ്ജിൻ്റെ ഓരോ സ്റ്റെപ്പിലും നമുക്ക് എങ്ങനെയാണ് റസൂൽ ചെയ്തത് അങ്ങനെ ചെയ്യാൻ പരമാവധി ശ്രമിക്കാം. എല്ലാ സ്ഥലത്തും നമ്മൾ ഓരോന്നും പറഞ്ഞല്ലോ, ഓരോന്നും എന്തിനാന്ന് ചോദിച്ചാൽ അതാണ് ശരി, അതാണ് സഹാബത്ത് നമുക്ക് കാണിച്ചിരുന്നത്. നബി എവിടെയാണോ ളുഹർ നിസ്കരിച്ചത് അവിടെ നമ്മൾ നിസ്കരിക്കുന്നേ. നബി നോക്കൂ, നബി അറഫയിൽ നിന്ന് മഗ്രിബ് നിസ്കരിച്ചില്ല, മഗ്രിബ് നിസ്കരിക്കാതെ മുസ്ദലിഫയിൽ വന്നാണ് നിസ്കരിച്ചത്. നമ്മൾ അങ്ങനെ നിസ്കരിക്കണം. വേറെ ആരെങ്കിലും പറഞ്ഞല്ല നമ്മൾ കേൾക്കണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറബ് നടത്തിയത് യൗമുൻ നഹറിന്റെ ദിവസമാണ്. യൗമുൻ നഹർ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 10. ദുൽഹജ്ജ് 10 മുമ്പ് അറബ് നടത്തുന്ന കുറെ മനുഷ്യന്മാരുണ്ട്. പറ്റൂല. ചെറിയ ലാഭ പറയാം. ഓക്കെ, 4ാമത്തെ രംഗം, നമുക്ക് ഇത്തിബാഉ സുന്ന കാണുന്ന 4ാമത്തെ രംഗം ഇഹ്റാമിൽ പ്രവേശിച്ചാലുള്ള നിരോധനങ്ങളാണ്. അത്ഭുതമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ പാടില്ല എന്ന് പറഞ്ഞ കുറേ സംഗതികളുണ്ട്. നമുക്ക് മീശ വെട്ടിക്കൂടാ, നഖം മുറിച്ചുകൂടാ, സുഗന്ധം പൂശിക്കൂടാ, പുരുഷന്മാരാണെങ്കിൽ തല മൂടിക്കൂടാ, സ്റ്റിച്ച് ചെയ്ത വസ്ത്രങ്ങൾ പുരുഷന്മാർ ധരിച്ചുകൂടാ, സ്ത്രീ പുരുഷ ബന്ധം പാടില്ല, ഇങ്ങനെ ഒരുപാട് സംഗതികൾ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഇതൊക്കെ ഒരു ഹജ്ജിൻ്റെ ഹുക്മ്, ഹജ്ജിൻ്റെ വിധി എന്നാൽ നമ്മൾ പഠിപ്പിക്കണം. പിന്നെ നമ്മൾ പഠിക്കണം എന്ത്? അഥവാ മറന്നുകൊണ്ടോ അല്ലെങ്കിൽ കരുതി കൂട്ടിയോ വിവരമില്ലാതെയോ ഇത് ചെയ്താൽ എന്താണ് കഫാറത്ത്? നമ്മളിരുന്ന് പഠിക്കുക. എന്താ പ്രായശ്ചിത്തം? പ്രായശ്ചിത്തങ്ങളുടെ ഇനങ്ങൾ എത്രയാണ്, ഏതൊക്കെയാണ്? സുബ്ഹാനല്ലാഹ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര സൂക്ഷ്മമായാണ് നമ്മൾ ഹജ്ജിൻ്റെ ഹുക്മുകൾ, ഹജ്ജിൻ്റെ വിധികൾ പഠിക്കുന്നത് എന്നാലോചിച്ച് നോക്കൂ. എന്താ കാരണം? ഇത്തിബാഉ റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തതുപോലെ ആകണം. അതുകൊണ്ടല്ലേ അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ഈ ഇഹ്റാമിൽ പ്രവേശിച്ചാൽ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഇതിനു മുമ്പ് ഹലാലായിരുന്നല്ലോ അല്ലേ? ഇഹ്റാമിലേക്ക് പ്രവേശിച്ചപ്പോഴല്ലേ അത് ചെയ്യാൻ പാടില്ലാതായത് അല്ലേ? ഇഹ്റാമിൽ പ്രവേശിച്ചപ്പോൾ സുഗന്ധം പൂശാൻ പാടില്ല, മുടി വെട്ടാൻ പാടില്ല, നഖം മുറിക്കാൻ പാടില്ല, തല മറക്കാൻ പാടില്ല, സ്റ്റിച്ചഡ് ആയ ഡ്രസ്സുകൾ ധരിക്കാൻ പാടില്ല, നിക്കാഹ് നടത്താൻ പാടില്ല. ഇതൊക്കെ അതിന് മുമ്പ് എന്തേരി? മുമ്പ് ഹറാമായിരുന്നു. മുമ്പ് ഹറാമല്ല, മുമ്പ് ഹലാലായിരുന്നു. എന്തുകൊണ്ട് ഇവിടെ ഇപ്പൊ എങ്ങനെ ഹറാമായത്? ഇഹ്റാം കാരണം ഹറാമായി. സുബ്ഹാനല്ലാഹ്.
മുമ്പ് ഹലാലായിരുന്ന സംഗതി ഇഹ്റാമിൽ വെച്ച് ചെയ്താൽ അത് കുറ്റം കിട്ടും, അതിന് കഫാറത്ത് കൊടുക്കണം. ഈ തെർബിയത്ത് എവിടുന്ന് കിട്ടിയതാ നമുക്ക്? ഈ തെർബിയത്ത് ഇതൊരു വല്ലാത്ത തെർബിയത്തല്ലേ? എന്തുകൊണ്ട് നമ്മൾ അത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പഠിപ്പിച്ചു, നബിയെ ഫോളോ ചെയ്തുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ചെയ്യുന്നു. ഞാൻ ചോദിക്കട്ടെ, എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സ്ഥിരമായി ചെയ്തിരുന്ന പലതും നിങ്ങൾ എന്തുകൊണ്ട് ഒഴിവാക്കി? എന്തുകൊണ്ട് ഒഴിവാക്കി? നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ നല്ല സോപ്പ് വെച്ച് കുളിച്ചിരുന്നവരല്ലേ? അല്ലേ? നന്നായി കുളിച്ചിരുന്നവരല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റാൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. കുളിച്ച് വൃത്തിയായി നല്ല സുഗന്ധം പൂശി ഡ്രസ്സിലൊക്കെ ധരിച്ച് അതിലും സുഗന്ധം പൂശി ജോലിക്ക് പോവുകയാണെങ്കിൽ ജോലിക്ക് പോകും, അങ്ങാടിക്ക് പോവുകയാണെങ്കിൽ അങ്ങാടിക്ക് പോവും, അല്ലേ? പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ഹാജിയായി വന്നപ്പോഴോ ഇഹ്റാമിൽ വന്നപ്പോഴോ നിങ്ങൾ ആലോചിച്ച് നോക്കി. 2-3 ദിവസം കൂടുമ്പോൾ നമ്മൾ ബാർബറുടെ അടുത്ത് പോകും, മുടിയൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കാൻ, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു, അല്ലേ? പക്ഷേ ഹജ്ജായപ്പോഴോ ഓരോന്നും നിങ്ങൾ അങ്ങനെ ആലോചിച്ചു. ഹജ്ജിൽ നിരോധിച്ച എന്തേ നമ്മൾ ഒഴിവാക്കിയത്? നമുക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ടാണോ? പറ്റൂല. കാരണം എന്താ? സുന്നത്ത് അങ്ങനെയാണ്, ശറഅ അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. ഹജ്ജിൽ ഹലാലായ പലതും, മുമ്പ് ഹലാലായ പലതും ഇഹ്റാമിലേക്ക് പ്രവേശിച്ചപ്പോൾ നമ്മൾ ഹറാമാക്കിയതിനെ നമ്മൾ അംഗീകരിച്ചില്ലേ? റസൂലിനെ ഫോളോ ചെയ്തില്ലേ? അപ്പൊ മിൻ ബാബി ഔല നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഏറ്റവും അർഹതയുണ്ട്. എന്തിന്? ഒരിക്കലും ഇനി ജീവിതത്തിൽ നമുക്ക് ഹറാമ് വരാതിരിക്കാൻ. ജീവിതത്തിന്റെ മുഴുവൻ വശങ്ങളിലും ഇനി ഇത്തിബാ ഉണ്ടാകണം, റസൂലിനെ പിൻപറ്റണം, റസൂലിനെ ഫോളോ ചെയ്യണം. അതാണ് ഹജ്ജ്. ഇനി ജീവിതത്തിൽ അങ്ങോട്ട് മരിക്കുന്നത് വരെ നമ്മൾ പറയണം, എനിക്ക് പറയാൻ കഴിയണം സഹോദരന്മാരെ, നമുക്ക് പറയാൻ കഴിയണം, നമ്മൾ ഹലാലുകൾ ഒഴിവാക്കിയവരാണ് നാം. പിന്നെ നമുക്ക് റസൂല് ഹറാമാണ് പറഞ്ഞത് ഒഴിവാക്കാൻ മടി ഒരിക്കലുമില്ല, ഉണ്ടാകാൻ പാടില്ല. അവിടെയാണ് നാം ഉണ്ടാകേണ്ടത്. സഹോദരന്മാരെ, 4-5 ദിവസം എന്താ പഠിപ്പിച്ചത്? നമ്മളെ ഈ സ്കൂളിൽ നിന്ന് പഠിപ്പിച്ചത് എന്താ? നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമുകളിൽ നിന്ന് മാറാൻ കഴിയും, നിങ്ങളുടെ ജീവിത രീതിയിൽ നിന്ന് മാറാൻ കഴിയും. നിങ്ങൾ ഒരിക്കലും പറയും, ചില ആൾക്കാർ പറയും എൻ്റെ ഡ്രസ്സ് അങ്ങനെയാണ്, ഞാനങ്ങനെയാണ് പഠിച്ചത്, ഞാനങ്ങനെയാണ്. ചില പുരുഷന്മാരെ കണ്ടിട്ടില്ലേ, സ്വർണവും ധരിച്ച് നടക്കണ, പട്ടും ധരിച്ച് നടക്കണ സ്ത്രീകളെപ്പോലെ. ഹറാമാന്ന് എല്ലാവർക്കും അറിയില്ലേ? എന്നിട്ട് എന്താ പറയുക? അത് ഞങ്ങളുടെ ഫാമിലി അങ്ങനെയാണ്. യാഹി നോ, നിങ്ങളുടെ ഫാമിലി, റസൂലിനെതിരായ ഒരു ഫാമിലി ഇല്ല. ഓരോ വിഷയവും ആണായാലും പെണ്ണായാലും ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ ജീവിതം എങ്ങനെയെന്ന് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരം ഇത് മാത്രം. ഹജ്ജ് നമ്മളിൽ വരുത്തിയ മാറ്റം അതായിരിക്കണം. നമുക്ക് ഹജ്ജ് അങ്ങനെയുള്ള ഹജ്ജായി നമ്മുടെ ഹജ്ജ് മാറണം. ഇനി ഒരിക്കലും പിശാച് നമ്മുടെ അടുത്തേക്ക് കടന്നു വരരുത്. എടോ, നീ ഹജ്ജ് ചെയ്തു ശരി തന്നെ, നീ മൊല്ലാക്കയായി നടക്കണ്ട, മുസ്ലിയാരായി നടക്കണ്ട, മൗലവിയായി നടക്കണ്ട. അത് ശൈത്താൻ വരിക. സമ്മതിക്കരുത് ശൈത്താനെ വരാൻ. നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ കവിയായിരിക്കണം, നമ്മൾ ശക്തിയുള്ളവരായിരിക്കണം, അപ്പോഴാണ് യഥാർത്ഥത്തിൽ സഹോദരൻ. നോക്കൂ, നമ്മൾ ഹജ്ജിന് വേണ്ടി പണം ചെലവാക്കിയില്ലേ? ഹജ്ജിന് വേണ്ടി തിക്കലും തിരക്കലും നമ്മൾ പ്രയാസപ്പെട്ടില്ലേ? ഹജ്ജിന് വേണ്ടി യാത്ര ചെയ്തില്ലേ? ഹജ്ജിന് വേണ്ടി നാടൊഴിവാക്കിയില്ലേ? ഇതൊക്കെ റസൂലിനോടുള്ള ഹുബ്ബ് കൊണ്ടല്ലേ? അതുകൊണ്ട് ആ റസൂലിനോടുള്ള ഹുബ്ബ് കൊണ്ട് ഇനി മുതൽ അള്ളാഹുവിൻ്റെ റസൂൽ നിരോധിച്ച ഒന്നും ഞാൻ ചെയ്യുകയില്ല എന്ന് പ്രഖ്യാപിക്കാനും പറയാനും നമുക്ക് സാധിക്കുക. അതാണ് ഇത്തിബാഉർ റസൂൽ. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.